മറ്റൊരു വാർത്തയിലേക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 100ഓളം റെയ്ഡുകളിൽ നിന്നായി 37 പേരെ അറസ്റ്റ് ചെയ്തു. 37 കേസുകളും രജിസ്റ്റർ ചെയ്തു. തൃക്കാക്കരയിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ലഹരിമരുന്ന് ഇടപാടുകാരിൽ നിന്ന് ആഡംബര കാറും 1 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. ഡാനി തന്നെ വിശദാംശങ്ങൾ നൽകും. ഡാനി, ഏകദേശം 24 മണിക്കൂറേ ആവുന്നുള്ളൂ, അതിനിടയിൽ ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തൂഫാനുമായിട്ട് സർക്കാർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? ഈ പരിശോധനകളുടെ ഒരു റിസൾട്ട് നോക്കുമ്പോൾ ആ രീതിയിൽ തന്നെ വേണം കാണാനായിട്ട്. കാരണം ഇതിപ്പോൾ നഗരപരിധിയിൽ മാത്രമാണ് 37 കേസുകൾ. റൂറൽ ലിമിറ്റിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ പെരുമ്പാവൂർ മേഖലകളടക്കമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ 50-ലധികം കേസുകളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് ഓരോ ദിവസവും ഇപ്പോൾ ഇത് ഇന്നത്തെയും കൂടി ആകുമ്പോഴേക്ക് അപ്ഡേഷൻ കുറച്ചുകൂടി വലുതാകും. പരിശോധനകൾ നടത്തിയതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഈ എറണാകുളം നഗരം കേന്ദ്രീകരിച്ച് പോലീസ് നല്ല രീതിയിലുള്ളൊരു പരിശോധനകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ചെറിയ ഹോട്ടലുകൾ, പോലീസ് പറയുന്നത് ഇപ്പോഴങ്ങനെയാണ്, ചെറുകിട ഹോട്ടലുകളുണ്ട്. വൻകിട ഹോട്ടലുകളിലേക്കാൾ കൂടുതൽ ഇടപാടുകാർ എത്തുന്നത് നഗരത്തിലെ ഈ ചെറുകിട ഹോട്ടലുകൾ ഒട്ടനവധിയായിട്ട് പലയിടങ്ങളിലും തന്നെ വരുന്നുണ്ട്. കാരണം ഇവിടങ്ങളിൽ താമസിച്ച് ഒരു ദിവസങ്ങളിൽ താമസിച്ച് കടന്നു പോകുന്നവർ നിരവധിയുണ്ട്. അവർ പലരും ഇടപാടുകാരാണ്. പലരെയും അറിയിച്ചുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ വന്നുകൊണ്ടിട്ട് അവിടെ ലഹരി ഇടപാടുകൾ നടത്തുന്നു. അവർ മറ്റ് കച്ചവടക്കാരെയാണ് കാണുന്നത്. ചെറുകിട കച്ചവടക്കാർക്ക് ഇത് നൽകിക്കൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്ന രീതികളുണ്ട്. പലയിടത്തും ഒരു നൈറ്റ് ലൈഫ് എന്ന പേരിൽ തന്നെ ഈ യുവാക്കൾ ഇറങ്ങി നടക്കുന്നതുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്നൊരു സംശയം പോലീസിന് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല ലഹരി കേസുകളും അടിപിടി കേസുകളും എല്ലാം കൊച്ചി നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് വലിയ രീതിയിലുള്ളൊരു പരിശോധനയായിരുന്നു. 37 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ തൃക്കാക്കരയിൽ കൊല്ലംകുടി മുകളിൽ ഒരു ഫ്ലാറ്റ് റെയ്ഡ് ചെയ്തതിൽ നിന്നാണ് ഇടപാടുകാരായിരുന്നു, ഇത് വിൽപ്പനക്കാരെല്ലാം തന്നെയായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നൊരു ഒരു ആഡംബര കാറ്, അതോടൊപ്പം തന്നെ ഈ ഇടപാടിൽ നടത്തി അവരുടെ പക്കൽ ആ സമയം ഉണ്ടായിരുന്ന 1 ലക്ഷം രൂപ എന്നിവയെല്ലാം പോലീസ് പിടിച്ചെടുത്തു. സമാനമായ രീതിയിലുള്ള പരിശോധനകൾ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. നമുക്കറിയാം, പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി ഇങ്ങനെ ഈ ലഹരി കച്ചവടത്തിന് വലിയ രീതിയിലുള്ള ഒത്താശകൾ ചെയ്യുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അയക്കുന്ന പല പാർസലുകളിലും എല്ലാം ലഹരി മരുന്നുകളുണ്ട്. ഈ കഞ്ചാവും ഹാഷിഷോനും അടക്കമുള്ളവർ അവർ യഥേഷ്ടം കടത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ